വിശാൽ ചന്ദ്രശേഖരന്റെ ഫസ്റ്റ്, അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്. ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റ് ആണ്. ആ ഡെബ്യൂട്ടൻ മറ്റാരുമല്ല, അമല പോളാണ്. അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ സിനിമയ്ക്ക് ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഷീ സാങ് ഇറ്റ് റിയലി വെൽ. സോങ് ഉടനെ തന്നെ ലൈവ് ആകും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക. ആദ്യം തന്നെ അമല ഈ പാട്ട് പാടിയതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. Let the guru speak first. Hi, my name is Vishal Chandrasekhar. Previously I had scored music for Sita Rama, and that was translated from Telugu. I'm really happy to do my debut under Arfaz's direction, and it's a very, very prestigious moment for me to get an entry into Malayalam film industry through this with the awesome Amala Paul and Asif Ali and Sharafuddin. So it's a really honor to be here. And during recording the song, I was recording from. Is it okay if I speak in Tamil? Tamil, okay. So நான் வந்து இதில் ஹைதராபாத்தில் இருக்கும்போது மேம் வந்து கொச்சின்ல இருந்தாங்க, and we recorded through a remote conference. So it was a wonderful experience. ஏன்னா அவங்க ஃபேஸ் டு ஃபேஸ் நம்ம பார்த்துக்கல, but I think I conveyed everything correctly, and she also understood, and but she was very, very sincere with the whole process, and நிறைய தடவை பாட்டு வந்து கேட்டுட்டு வந்திருந்தாங்க, and நல்லா ப்ராக்டிஸும் பண்ணியிருந்தாங்க. And I was amazed to see an actor sing so well. ஏன்னா சில பொடி பொடி சங்கதியெல்லாம் ரொம்ப அழகாக பாடியிருந்தாங்க. I had fun recording her. I thought, see, generally I have recorded a lot of singers, but for very few actors I've recorded, and for me she's a really good singer, so I was very, very happy recording her. And it was a wonderful experience. Arfaz was there, studio la irundar avaru da, and avaru enjoy pannirparu nanikkaren. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, ബിക്കോസ് ഞാൻ എൻ്റെ 9th month പ്രഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ, ഓഫ് കോഴ്സ്. And thank you so much. First of all, thanks to Arfaz for making me a part of a project like this. And also അതിലും എനിക്ക് അർഫാസിന് ഞങ്ങളൊരു ലൈവ് സൗണ്ട് ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പം അവിടെ ട്യൂണീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും, അപ്പൊ അത് മാറാൻ വേണ്ടി കുറെ നേരം ഇരിക്കും. അപ്പൊ ഞാനവിടെ നല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം ബീഡിങ് തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു വൈ ഡോണ്ട് യു സിംഗ്. പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടി എനിക്കൊരു കോൺഫിഡൻസ്, ഓക്കെ ഐ സി അർഫാസ്, ഐ സി എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് പ്രഗ്നന്റ്, മാരേജ് ഹാപ്പൻഡ്, ആൻഡ് സംഹൗ ഐ തിങ്ക് ഫിലിം റിലീസ് ആവാറായി. അപ്പം പിന്നെ അർഫാസ് സംസാരിച്ചപ്പോൾ ഐ വാസ് ഇൻ മൈ 9th month, ആൻഡ് ദെൻ എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം, ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി. എന്തോട് ഓക്കെ ഐ ഗിവ് ഇറ്റ് എ ട്രൈ. എന്തായാലും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡഡ് ദിസ് സോങ്, ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഐ വുഡ് ഹവ് ബിൻ ദിസ് കംഫർട്ടബിൾ വിത്ത് എനിബഡി എൽസ്. കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെന്റ്. അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട്, ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ട് ആക്കി, ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ, ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ, നോട്ട് ബാഡ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു